ഹായ് ഗായ്സ്. അപ്പോൾ തുടരും ലാലേട്ടൻ്റെ തുടരും മൂവി കണ്ട് വന്നിരിക്കുകയാണ്. ഈ രാത്രി തന്നെ റിവ്യൂ ഇടാൻ തോന്നി. കാരണം അത്രയും സന്തോഷത്തിലാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ഞാൻ റിവ്യൂ ഒന്നും ഇനി വാക്കുകളിലൂടെ പറയേണ്ട ആവശ്യമില്ല. മോഹൻലാൽ തുടരും പടത്തിൻ്റെ അവസാനം ടൈറ്റിൽ കാണിച്ച പോലെ തന്നെ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇരിപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ്. സീരിയസ്ലി പറയാലോ, എമ്പുരാനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് ലാലേട്ടൻ ഫാൻ എന്ന രീതിയിലും ഒരു ഓർഡിനറി ഫാൻ എന്ന രീതിയിലും എന്നെ വളരെ മികച്ച രീതിയിൽ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ് തുടരും. ലാലേട്ടൻ ഇന്റർവ്യൂകളുടെ പറയുന്ന പോലെ തന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്. എല്ലാവരും ആ ഒരു മാജിക്ക് നടക്കുമെന്ന് കരുതിയിട്ടാണ് സിനിമ ചെയ്യുന്നത്. പക്ഷെ എല്ലാ സിനിമകളും അങ്ങനെ ആ മാജിക്ക് സംഭവിക്കാറില്ല. പക്ഷേ ഈ സിനിമയിൽ തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ്റെ മാജിക്കാണ് ഈ സിനിമ. ഒരു സംവിധായകൻ്റെ പക്ക കൈകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പടം തന്നെയാണ് നമ്മുടെ തുടരും. ഇത് പറയാൻ കാരണം അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഡയറക്ഷനാണ് ഈ പടത്തിലുള്ളത്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ജീവാംശം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ കഥയാണ്, ഇതിൻ്റെ മേക്കിംഗ് ആണ്. ഒരു സ്ഥലത്ത് പോലും ഒരു ലാഗോ ഒന്നും നമുക്ക് തോന്നിക്കുന്നില്ല. പ്രേക്ഷകൻ ആ ഒരു കഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കഥ പോലെ ഫീൽ ചെയ്യുന്ന ഒരു പടം ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സംവിധായകൻ്റെ കഴിവ് തന്നെയാണ്. പക്കാ സൂപ്പർ പടം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ പോലെയൊന്നും അത്ര ഹൈപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുള്ള ഒരു പടമല്ല. അത് അണിയറ പ്രവർത്തകർ ആഗ്രഹിച്ചിട്ടില്ല, അവരങ്ങനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ട്രെയിലർ ആയാലും ടീസർ ആയാലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴയ ജോഡികളായ എവർഗ്രീൻ ജോഡികളായ ശോഭന മേമം ലാലേട്ടൻ കൂടെ ഒന്നിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാമിലി ഡ്രാമ എന്നൊക്കെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുക. ഞാനും പ്രതീക്ഷിച്ചിരുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മളെന്താ കരുതുക, വല്ല സാധാ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വല്ല കല്യാണത്തിനോ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി അല്ലെങ്കിൽ കബ്സ മന്തി പോലുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? സീരിയസ്ലി അതാണ് അവസ്ഥ. വേറെ ലെവല്. പിന്നെ എടുത്തു പറയേണ്ട വില്ലന്മാർ, എന്തൊരു ആക്ടിങ് ആടോ. പ്രത്യേകിച്ച് നമ്മളെ പ്രകാശ് വർമ്മ, എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ തപ്പിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ വോഡാഫോണിലെ മറ്റേ ആഡൊക്കെ ചെയ്ത മൂപ്പര്. വേറെ ലെവൽ ആക്ടിങ്. ഇപ്പം നമ്മുടെ എമ്പുരാനിലൊക്കെ തിരിഞ്ഞു നിന്നുകാണ്ട് മറ്റേ ഡ്രാഗണിൻ്റെ ഒക്കെ ചിത്രം കാണിച്ചിട്ട് ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത വില്ലന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നല്ല വില്ലൻ, ഇതാണ് വില്ലൻ. ആക്ടിങ്ങിലൂടെ മൂപ്പര് വേറെ ലെവല്. ചില സീനിലൊക്കെ ഞമ്മക്ക് കയറി മേയാൻ തോന്നും. ഒരു പ്രേക്ഷകന് വില്ലനെ എത്രത്തോളം ദേഷ്യം വരുന്നോ അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ മികവാണെന്ന് വിശ്വസിക്കുക. വേറെ ലെവല്. ചില സമയത്തൊക്കെ പ്രേക്ഷകന് ഒന്ന് കൊടുക്കാൻ തോന്നും വില്ലനെ, അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ മികവ് കൊണ്ടാണ്. വേറെ ലെവല്. ഇനി ഒരുപാട് അദ്ദേഹത്തിന് അവസരങ്ങൾ മലയാള സിനിമയിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി ലെവലാക്കിയിട്ടുണ്ട്. ചില സീനിനൊക്കെ ലാലേട്ടനൊപ്പം കട്ട വില്ലനായിട്ട് ഒക്കെ പെർഫോം ചെയ്യേണ്ട ഈ പടത്തിൽ. ഒരു പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. അല്ലാതെ അപ്പം നമ്മുടെ 4 ആളെ 8 ആളെ ഇടിച്ചിടുന്ന നായകൻ വേറെ ലെവല് ഭയങ്കര ആളായിട്ട് വില്ലൻ ഒന്നും അല്ലാതാകുമ്പോൾ ആ പടത്തിനൊരു കിക്ക് കിട്ടൂല. നായകൻ്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ നായകൻ്റെ മുകളിൽ തന്നെ അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ വില്ലന് കിട്ടുമ്പോഴാണ് ആ പടത്തിന് കാമ്പുണ്ടാവണം, കാണുന്ന പ്രേക്ഷകനും ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് തരുൺ മൂർത്തി ഈ പടത്തിൽ വില്ലനെ കാസ്റ്റ് ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് ഒക്കെ വേറെ ലെവലായി. ഈ ഇദ്ദേഹത്തെ പ്രകാശ് വർമ്മനൊക്കെ കാസ്റ്റ് ചെയ്ത് വേറെ ലെവലാണ്. ഒരു ഭയങ്കര ലാലേട്ടനൊപ്പം തന്നെ ഭയങ്കര പടത്തിൻ്റെ പ്ലസ് പോയിന്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങും ഈ പടത്തിൽ. പിന്നെ ബിജു പപ്പു, അദ്ദേഹവും നോർമലായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിലും പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്, ശോഭന മാം വലിയ റോളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഉള്ളതിൽ വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഏതായാലും
വിഷു കഴിഞ്ഞ് മലയാളികൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഈ വെക്കേഷനിൽ കുടുംബ പ്രേക്ഷകർക്ക് ആഘോഷിക്കാൻ പറ്റിയ വേറെ ലെവല് പടം. പണ്ട് ദൃശ്യവും ഇതേപോലെ ആയിരുന്നു വന്നിരുന്നത്. ഒരു ഹൈപ്പും ഇല്ലാതെ തിയേറ്ററിൽ വന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് റിവ്യൂ വന്നപ്പോഴാണ് പ്രേക്ഷകർ അന്തം വിട്ടത്. അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ അന്തം വിട്ടു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കഥ ആവും തുടരും എന്ന മൂവിയിൽ. കാരണം അതിൻ്റെ ട്രെയിലറും അതിൻ്റെ ടീസറൊക്കെ പ്രേക്ഷകരിലേക്ക് അതിൻ്റെ അണിയറ പ്രവർത്തകർ എത്തിച്ചത് വേറൊരു മൂഡിലായിരുന്നു. അതുതന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റും. കാരണം ഒരുപാട് ഹൈപ്പിൽ പോയിട്ട് നമ്മൾ പടം കാണുമ്പോൾ ചിലപ്പോൾ അത് കിട്ടില്ല. ഒരു ഹൈപ്പും ഇല്ലാതെ വേറെ ലെവൽ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക കിക്കാണ്. ആ ഒരു കിക്കിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ബസൂക്ക റിവ്യൂ ഞാൻ ഇട്ടപ്പോൾ ഞാൻ അതിൽ പറഞ്ഞു ഞാൻ ഒരു ലാലേട്ടൻ ഫാനാണെന്ന്. പക്ഷെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തു നീ ഒരു ലാലേട്ടൻ ഫാൻ അല്ല, എല്ലാ മമ്മൂക്ക ഫാൻ അങ്ങനെ തന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പക്കാ ലാലേട്ടൻ ഫാനാണ്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഒരു സൂപ്പർ പടം കണ്ടുവന്ന് മനസ്സ് നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഇനിയും ഞാൻ ലാലേട്ടൻ ഫാൻ അല്ല എന്ന് നിങ്ങൾ ആരും പറയരുത്. ഇങ്ങേർക്ക് മാസ് കാണിക്കാൻ, ലാലേട്ടന് മാസ് കാണിക്കാൻ കോട്ടും സൂട്ടോ കൂളിംഗ് ഗ്ലാസ് ഒന്നും ആവശ്യമില്ല. ഇദ്ദേഹത്തിന് ഒരു കൈലി മുണ്ട് മതി, മനസ്സിലായില്ലേ? അതിൽ പ്രേക്ഷകന് രോമാഞ്ചം വരും. അങ്ങനത്തെ ഒരുപാട് സീനുകളുണ്ട് ഈ പടത്തിൽ. ഞാൻ കഥയിലേക്ക് ഒരുപാട് കടക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% വാച്ച് ചെയ്യാൻ പറ്റിയ എബോവ് ആവറേജ് ഉള്ള ഒരു കിടിലം പടമാണ് തുടരും എന്ന് പറയുന്ന തരുൺ മൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഈ സിനിമ. തീർച്ചയായിട്ടും മോഹൻലാൽ ആരാധകർക്ക് വേറെ ലെവലായിരിക്കും ഈ പടം. ഓർഡിനറി പേഴ്സൺസിനും ഇത് നിരാശപ്പെടുത്തില്ല. ഒരുപാട് കളക്ഷൻ റെക്കോർഡുകൾ ഈ പടം വാരുമെന്ന് 100% ഉറപ്പാണ്. വേറെ ലെവൽ പടം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിൻ്റെ അവസാനത്തിൽ ടൈറ്റിൽ കാർഡ്, രണ്ട് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് മോഹൻലാൽ എന്ന് പറയുന്നത്, എന്നിട്ട് രണ്ടാമത് തുടരും. അത് അടിവര ഇടുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എവിടേക്കും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഒന്നുകൂടി ശക്തമായി ഇരിപ്പിടം ഉറപ്പിച്ചു എന്നുള്ളതിനുള്ള സൂചനയാണ്. മോഹൻലാൽ ഇവിടെ തന്നെയുണ്ട്, മോഹൻലാൽ തുടരും. അതുപോലെ തന്നെ മലയാളികൾക്ക് നല്ലൊരു സംവിധായകനെ കിട്ടി, തരുൺ മൂർത്തി. അദ്ദേഹത്തിൻ്റെ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക്, മലയാള സിനിമക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അത്രയും നന്നായിട്ടാണ് അദ്ദേഹം ഈ പടം എടുത്തിരിക്കുന്നത്. ഒരു കാറ്, ലാലേട്ടൻ്റെ അംബാസഡർ കാറൊക്കെ ഉണ്ട്. ആ കാറിനൊക്കെ എന്ത് രീതിയിലാണ് അദ്ദേഹം ഒരു കഥാപാത്രമായിട്ട് നമുക്ക് തോന്നും ഈ പടത്തിലെ കാറ്. ആ രീതിയിലാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വില്ലൻ പ്രകാശ് വർമ്മ, അദ്ദേഹം മലയാളികൾക്ക് സുപരിതനായ ഒരു ആക്ടറായി ഈ പടത്തിലൂടെ മാറും. കാരണം എനിക്ക് പേഴ്സണലി പറയാലോ, ഈ പടത്തിൽ ലാലേട്ടനൊപ്പം തന്നെ ഭയങ്കര കണ്ണിങ് ആയിട്ട്, ഭയങ്കര മനസ്സിൽ ഒരു ഇരിപ്പിടം ഉറപ്പിച്ച, വല്ലാണ്ട് ആരാധന തോന്നിപ്പോയ, അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൽ തോന്നിപ്പോയ വ്യക്തിയാണ് ഈ വില്ലൻ പ്രകാശ് വർമ്മ. വേറെ ലെവല് മച്ചാനെ പൊളിച്ച്. എന്താ ആക്ടിങ്, എന്താ സംഭാഷണം. വേറൊരു മൂഡിൽ ആ പടത്തെ കൊണ്ടുപോകാൻ ഈ വില്ലൻ്റെ റോള് ഭയങ്കരമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും ഉറപ്പായിട്ടും പോയി പക്ക മാസ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും അത്യാവശ്യം മാസമൊക്കെ ഉണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാൻസിനെ ആഘോഷിച്ച് തമർക്കാൻ പറ്റിയൊരു പടമാണ് നമ്മുടെ തുടരും. അപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ.